ഹലോ എവ്രി വൺ വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. അപ്പോൾ ഇന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നമ്മളൊരു ഗെയിം ഷോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഓർക്കും എന്താണ് ഇപ്പോൾ എപ്പോഴും ഈ ട്രഷർ ഹണ്ട് ചെയ്യുന്നത്. ട്രഷർ ഹണ്ട് എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരു ട്രഷർ ഹണ്ട് ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ട്രഷർ ഹണ്ട് നമ്മളൊരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അതായത് ജോ ആൻഡ് ജോയ്ക്ക് ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ 18+ വരാൻ പോവാണ്. നമ്മൾ അതിൻ്റെ പോസ്റ്റേഴ്സും ചെറിയ എന്നുള്ള ഐഡിയ ഒന്നും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും കൂടെ ആയിട്ട് നമ്മൾ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കുറച്ച് പേരെ നമ്മൾ ട്രഷർ ഹണ്ട് എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മളിവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കാണ്. കാരണം ഈ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് അവർക്കും മടുത്തു എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരും വിചാരിച്ചു, അവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരു ഗെയിം ഷോ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവരെ സ്വാഗതം ചെയ്യാം. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു ജോ ആൻഡ് ജോയ്ക്ക് ശേഷമാണ് 18+ വരുന്നത്. അപ്പോൾ അതിലും ഈ ഒരു കോംബോ, അതായത് നമ്മുടെ മാത്യുവും നെസ്ലൻ കോംബോ ആണ് വീണ്ടും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വെൽക്കം ചെയ്യുന്നു വരൂ, കേറിക്കോ, ഞാനിവിടെ അതെന്താണ് ഇത്ര ദിവസം കണ്ടില്ലേ നിങ്ങള്? ഓക്കെ, അപ്പൊ എന്താണ് 18+? അതിന്റെ കാര്യങ്ങൾ പറയും. കഥ പറയുന്ന സിനിമയാണ്. എന്താണ് കൂടുതലൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, പ്രത്യേകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂ ഒഴിവാക്കി നമ്മളൊരു ട്രഷർ ഹണ്ട് എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇവിടെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിയേക്കുന്നത്. അപ്പൊ സാഫ് ബോയ്സ് സിനിമയിലേക്ക് കേറി അല്ലേ? എന്താണ് ആ ഒരു എക്സൈറ്റ്മെന്റ്? ഇതന്നെ നമ്മള് ജോയിൻ ജോ ടീമിന്റെ സെക്കൻഡ് മൂവിയാണ്. നെസ്ലനാണ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ കുറെ എക്സൈറ്റ്മെന്റ്സ് ഉണ്ട്. ഇല്ല, അതില്ലായിരുന്നു. അത് ചേച്ചൊന്നും നോക്കിയില്ല നിങ്ങള്? ഓക്കെ, മീനാക്ഷി എങ്ങനെയുണ്ട്? അതായത് നമ്മുടെ ആദ്യത്തെ സിനിമ ഇരട്ടയ്ക്ക് ശേഷം ഈ ഒരു സിനിമ ചെയ്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അതിന് മുന്നേ. ഓക്കെ ശരി. ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഒക്കെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ്? നല്ല രസമായിരുന്നു. ഇവരെല്ലാം നല്ല വൈബ് ആൾക്കാരാണ്. ഓക്കെ, ഈ 18+ മൂവി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ? അതെന്താണ്? വന്നില്ല, അവന് വേറെ പടത്തിന്റെ ഷൂട്ട്. ഓക്കെ, അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് ഡയറക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഇനി തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് ബാക്കി സിനിമ എന്താന്നുള്ളതൊക്കെ കാണാം. അപ്പൊ ട്രഷർ ഹണ്ടിലേക്ക് കടന്നാലോ? എന്താണ് സഫ? അപ്പൊ ആദ്യമായിട്ട് ഇവിടെയാണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പൊളിക്കാം. അപ്പൊ എന്താണ് ഗെയിം? ട്രഷർ ഹണ്ട് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നതെന്ന് അറിയണ്ടേ? വെറും പൈസ അല്ല, 1,00,000 രൂപയാണ്. 1,00,000. അതെന്താന്നറിയോ? കള്ളന്മാരൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒറിജിനൽ കൊണ്ടുവന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ. ഓക്കെ, രണ്ടുപേരെ അങ്ങനെ. ഓക്കെ, റിബൺ. സ്കൂളിൽ സ്പോർട്സിന് സാധനം കണ്ടിട്ടുള്ളൂ. ശരിയല്ലേ? കാരണം ഇത്
ഓക്കെ റെഡി? കുറച്ച് പ്ലാനിങ്ങിലാണ് അയ്യോ തീർന്നു പോയല്ലേ? അല്ല ദേ എന്നാ സഫാൻ എന്നാ അല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. 20 19 18 17 16 15 14 13 12 11 5 4 3 2 1 ടൈംസ് അപ്പ്. ഓക്കെ. ഓ ശേ പൊളി. ഇതൊക്കെ സ്വയം വിലയിരുത്തിക്കൊന്ന്. എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? കണ്ട പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തില്ല. കംപ്ലീറ്റ് ചെയ്താലേ കൂട്ടുള്ളൂ. ആ ഇവർക്ക് കുറച്ചുള്ളൂ കൊടുത്തേ. അല്ല ബിസ്ക്കറ്റ് വലുതാ, ബോക്സ് വലുതാ, പെട്ടെന്ന് കഴിയും. ഓക്കെ നമ്മളുടെ ചെറുതല്ലേ. സാരില്ല, എന്തായാലും ഇവര് ജയിച്ചു. ഓക്കെ അപ്പൊ ഞാൻ ഫസ്റ്റ് ടാസ്ക് തരട്ടെ. ഓക്കെ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞിട്ട് അത് കണ്ടുപിടിച്ച് ഇവിടെ തന്നെ വരണം കേട്ടോ. ഓക്കെ ആദ്യം നിങ്ങളുടെ ഇത് കൊറേ ഉണ്ട്, അതൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഓക്കെ പറയട്ടെ, നിങ്ങൾക്കുള്ള ക്ലൂ ആണേ. അപ്പോ നിങ്ങളുടെ ടീം കണ്ടുപിടിക്കാൻ ക്ലൂ. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ്, സുരേഷ് ഗോപി, ഭാവന, കാവ്യമാധവൻ. അല്ലല്ല നിങ്ങളുടെ ഏട്ടായി ഡാഷ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. കിട്ടി. യെസ് കിട്ടി. യെസ്. ഓക്കെ ബാ. അവന്മാർ തപ്പട്ട്. നിങ്ങൾ ഭയങ്കര നിങ്ങൾ അതിന്റെ പകരം കിട്ടിയതാണല്ലേ. ഓക്കെ അപ്പൊ ഫസ്റ്റ് ടാസ്ക് ഇവര് ഗംഭീരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. പറയണ്ട. കോഫി പൗഡർ
അറിയില്ല, പോയത് അവര് കണ്ടുപിടിച്ചിട്ട് വന്നോളും. അപ്പൊ അടുത്ത ടാസ്ക് തരട്ടെ? തന്നോളൂ. ഹാപ്പി. ശരി. ഇല്ല. നിന്റെ കയ്യിലുണ്ട്. ചേച്ചി ഇവിടുത്തെ ആളാണോ? കോഫിന്റെ ഏരിയ കോഫി പൗഡർ ഇവിടെ തന്നെ ഉള്ളു? ഇവിടെ മാത്രമല്ല ടീമാ പറ്റേക്ക് ചിലപ്പോ അപ്പുറത്തേക്ക് എവിടുന്ന് എടുക്കണോ? അല്ലെങ്കിൽ സഫാനോട് ചോദിക്കും. എടാ എന്റെ അടുത്ത് വെക്കാം എവിടെ വെച്ചേക്കുന്നത്. ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ മാത്രം. പറഞ്ഞാ പോരെ? കിട്ടി കിട്ടി. ₹20 വെച്ച് കളക്ട് ചെയ്തിട്ട് വാ. നമ്മൾ ഒരു സെൽഫിക്ക് ₹10. ഒരുമിച്ച് എടുത്താലും കുഴപ്പമില്ല. ₹20 കളക്ട് ചെയ്തിട്ട് വരാം. ആരുടെന്നെങ്കിലും മേടിക്കണം. അതാരുടെ നിങ്ങൾ പറഞ്ഞു സെൽഫിക്ക് ₹10, സെൽഫിക്ക് 10. അയ്യേ 20 ഉണ്ടോ? 20 ഉണ്ടോ? രണ്ട് ചെക്കന്മാരാണ് നിൽക്കുന്നത്. ഓ ഒരു ചേട്ടൻ ഫാനായിട്ട് നിൽക്കാൻ പറ. നെസ്ലിൻ ഇല്ല ഒന്നുമില്ല. ചേട്ടാ സെൽഫി വേണോ? ₹10 വന്ന സെൽഫി തരാം. 20 ചലഞ്ചാ കൊള്ളാം. നെസ്ലിനെ അന്വേഷിച്ചു ചേച്ചി വന്നേക്കും. ഫോണുണ്ടോ? കൊള്ളാം. ഗൂഗിൾ പേ ഉണ്ട് നിരോധിച്ചിട്ട്. ഇവരെന്നെ കൊല്ലും. കള്ളം 10 ഒപ്പിച്ച് 5 നമ്മളുടെതല്ല. ബ്രോ ₹20 ഉണ്ടോ? ₹20. ഞാൻ ഗൂഗിൾ പേ ചെയ്തരാം. ഓ താങ്ക്സ് മാൻ, ഗൂഗിൾ പേ ചെയ്തരാം. വന്നോ ചുമ്മാ എടുന്നോ ഓക്കെ. നമ്പർ ഒന്ന് പറയണേ. ഒരു പേടിയും വേണ്ട. അടിക്കോ പാർവതിയുടെ വേണോ സെൽഫി? ₹10 വേണ്ട? ഉണ്ടോ ഉണ്ടെങ്കിൽ എടുത്തോ. ഓ ബ്രോ മതി 10 മതി. ഒരു സെൽഫി കൂടെ എടുക്കാം. ചേട്ടൻ സെൽഫി വേണ്ട ഇവരുടെ കൂടെ? നിന്റെ സെൽഫി ഒന്നും എനിക്ക് വേണ്ട. നിന്റെ സെൽഫി ഒന്നും എനിക്ക് വേണ്ട.
അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്താ? ഒക്കെ കംപ്ലീറ്റ് രണ്ടുപേരെടുത്ത് എടുത്താ? എടുത്തു. പ്രൂഫ് ആണോ? രണ്ടുപേരും കൂടി 20. പ്രൂഫ് ഉണ്ട് ഞങ്ങളില്. അത് ഞങ്ങൾ ജയിക്കുമ്പോ മാത്രം അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. ഓക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തേ. കിട്ടി ഞങ്ങൾ കംപ്ലീറ്റ് പോരാ. ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത്. ഇവരാ ജയിച്ച, ഇത് ഇവര് കൊണ്ടുപോയി. അതെങ്ങനെ അവരുണ്ടോയത്? അപ്പൊ നിങ്ങളും പ്രൂഫ് കാണിക്കേണ്ടി വരും. പിന്നെ അവരെ പുറകെ വീണ്ടും ഓടേണ്ടി വരും. എങ്ങനെയുണ്ടായിരുന്നു സെൽഫി എക്സ്പീരിയൻസ്? അവരോട് അങ്ങോട്ട് സെൽഫി വേണമെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ. സാരില്ല, ഇതൊക്കെ ട്രാവലർ. ആരോഗ്യം ട്രാവലർ. 4 ബുക്ക് ഇവിടെ ഉണ്ട്. സഫാന് ബുദ്ധിയുണ്ട്. മാഗസിൻ ഒക്കെ വെച്ചിരിക്കണേ. വനിത പരിപാടികളൊക്കെ നല്ല. പിന്നെ ബിസ്ക്കറ്റിന്റെ പേരിലാണല്ലോ ഇതാക്കി വെച്ചേക്കുന്നത്. വേറെ ഉണ്ടോ? ഐഡൻസിക്ക് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. വേറെ ഉണ്ടോ? ഇവിടെ 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 എവിടെ? ഒളിച്ചേ കണ്ടോ? ഓ അയ്യോ, ഒരു കുറച്ച് എളുപ്പമായിരിക്കും. അവർക്ക് അവിടെ തന്നെ. ബ്രോ വനിതയൊക്കെ ഇവിടെ. വനിത ആരോഗ്യ മാസികയൊക്കെ ഇവിടെ. പോ ക്യാമറ ഞങ്ങൾ ഫോളോ ചെയ്തോളൂ. കിട്ടി. അതിൽ ക്ലൂ ഉണ്ടാവടാ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ എടുത്തോണ്ട് പോണം. ഫസ്റ്റ് ഞങ്ങളാണേ. പൊസിഷൻ മാറ്. നിങ്ങൾ ഭയങ്കര മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കിട്ടാൻ പോകില്ല. ഞങ്ങളെ വിജയികളെ പ്രഖ്യാപിച്ചൂടെ? 1 ലക്ഷം കിട്ടി. അല്ല ഞങ്ങളിതാ ഇല്ല. പക്ഷെ ഇതും അവര് തന്നെ ഫിനിഷ് ചെയ്തു. നമുക്ക് അടുത്ത ടാസ്ക് വരാം. ഇവർക്ക് ആദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെ. അതല്ല, ഈ ബസ് കഴിക്ക്, നന്നായിട്ട് കഴിക്കണേ. ഇങ്ങനെ കടിക്കണോ? ഒരുമിച്ച് പാടിയാൽ മതി. ഡുവറ്റ്. അതാകുമ്പോ ഒറ്റയ്ക്ക് പാടുമ്പോൾ വൃത്തിയുടെ അറിയില്ല. അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് അങ്ങനെയൊക്കെ തന്നെ. കഴിക്കൂ. കണ്ട് സഫാന്റെ ആ ഒരു ഗെയിം സ്പിരിറ്റ് കണ്ടോ നിങ്ങള്? റെഡി 1 2 3 സ്റ്റാർട്ട്. വേഗം കഴിക്ക്.
നെസ്ലിൻ അഭിനയിക്കുക, സിനിമയിലെ അഭിനയിച്ചാ മതി കേട്ടാ. ഓ ഭയങ്കരമാണ് നടി. കഴിക്ക് ഇത് ഭയങ്കര അഭിനയം. ഓ പാട്ട് പാടറാ. ഞാൻ മുറിച്ചു തരട്ടെ? വേണ്ട, നമുക്ക് വേണം. ദേ കണ്ട പാട് കടിക്ക്. കടിച്ചോ? എക്സ്പ്രഷൻ മാറാൻ പാടില്ല. അങ്ങനെയുണ്ടോ? ആ എക്സ്പ്രഷൻ മാറാൻ പാടില്ല. ഞങ്ങൾ മനുഷ്യരാണ്. ഹേ പുളി തട്ടുമ്പോ അതൊന്നും പറഞ്ഞ കാര്യമില്ല. ഹേ നീ പാടിക്കോ. ദിസ് ഇസ് ടാസ്ക്. ആരെന്റെ പെണ്ണല്ലേ മാരിപ്പൂ ചേലല്ലേ. ആ എക്സ്പ്രഷൻ മാറി. അല്ല അങ്ങനെ പറ്റൂലേ? ഇല്ലില്ല എക്സ്പ്രഷൻ മാറാം. കാണുന്നേരം ചേരുന്നേരം ദീപാവലി നേരായടി വന്നില്ലേടി കല്യാണമായി കാടിയടാ. നെസ്ലിൻ പാടിയിട്ടില്ല. നിങ്ങളുടെ ടീം അതുകൊണ്ട് ശരിയാവില്ല കേട്ടാ. നെസ്ലിൻ ഞാൻ മുറിച്ചു തരട്ടെ? സ്വയം ചന്ദ്രിക കടിയടാ. ഓക്കെ അടിപൊളി അടിപൊളി. ആ ഇനി നിങ്ങൾ കടിച്ചാ പാട്ടേതാ? പാട്ടേതാ? ഞങ്ങൾ അടുത്ത ടാസ്ക് ഞങ്ങൾക്ക് വിജയിക്കണം. നിങ്ങളുടെ ടാസ്ക് നിങ്ങളുടെ സിനിമയുടെ പേര് 18+. അതാണോ? ആ ക്ലൂ. 18+ എന്താ ഇവിടെ ഡിസ്ക് ഉണ്ട് അങ്ങനത്തെ വല്ലതും? അങ്ങനെ കണ്ടുപിടിക്കും. ശരിയാവില്ല. 18. ഇവർ നേരത്തെ പാടിയായിരുന്നു. അത് ഇല്ല ഒരുമിച്ച് പാടണം. ഞാൻ ലാസ്റ്റ് അവര് ഫിനിഷ് ചെയ്ത് വരും. ഉറപ്പായിട്ട് ഞാൻ ലാസ്റ്റ് പാടും. എന്നാ നെസ്ലി ഇത് വെച്ചോ. ഇത് മറന്നു പോണോട്ടാ. ഓക്കെ അടുത്തത്. നെസ്ലിന് ഏറ്റവും കൂടുതൽ ഓർമ്മകളുള്ള ദിനങ്ങൾ. ഞാൻ ഫ്രണ്ടിൽ പോട്ടെ. എവിടെ വെക്കുന്നേ? വേഗം കൊണ്ട് വെക്കേ. നമുക്ക് പോവാം. തണ്ണീർമത്തൻ ദിനങ്ങൾ. കിട്ടി കേട്ടോ. നമ്മളെന്തെങ്കിലും ചെയ്താ കാണാനും ആളില്ല. ക്യാമറ ഓൺ ആക്കിക്കോ. കിട്ടി പിന്നല്ല. സൂപ്പർ. ഓക്കെ ഫൈനൽ ടാസ്ക് ആട്ടോ. അവര് ഇനി 1 ലക്ഷം രൂപ വേണ്ടേ? ഇങ്ങനെ പറയല്ലേ. ഇതാണ് ഫൈനൽ ടാസ്ക് ആണ്. ഇതാണ് സ്കൂളൊക്കെ തുറന്നല്ലോ പിള്ളേര്. നെസ്ലിന്റെ പണ്ടത്തെ ബാഗിൽ ഇങ്ങനെ പടമുള്ള പടമായിരുന്നു അതിനകത്ത്. അല്ല പടമുള്ളത് കൊണ്ടുപോയിട്ടില്ല. പണ്ട് ചെറുപ്പത്തില് സ്കൂബിയുടെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ ഇപ്പൊ മനസ്സിലായി. ഇവിടെ നമ്മുടെ കാർഡ് ഉണ്ടാവും.
ഇത് 18+ ആണെന്നില്ലല്ലോ. ഇനി നല്ല വിശപ്പായിരിക്കും തോന്നുന്നു. അവർക്ക് കിട്ടി. ആ ഓക്കെ, അപ്പൊ ലാസ്റ്റ് ടാസ്ക് ഇതാണ്. 1,00,000 രൂപ ഇനിയാണ് നമ്മുടെ ട്രഷർ ഹണ്ട് നടക്കാൻ പോകുന്നത്. 1,00,000 രൂപ ഇവിടെയുള്ള ഏതോ ഒരു ബാഗിന്റെ അകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അന്നേന് ഞാൻ അത് നോക്കിക്കേ, അവര് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണേ. ഇവിടെ അവര് നോക്കിയതാ. സഫാന്റെ ഇന്റലിജൻസ് ഇവിടെ പുറത്ത് കാണിക്കേ. സ്കൂളിൽ പോയ ബാഗൊക്കെ ഇപ്പോഴും കയ്യിലുണ്ടാ? എന്റെയോ? ഞാൻ സ്കൂളിലൊന്നും അങ്ങനെ അധികം പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി ഇന്റലിജന്റ് ആയിട്ട് എന്നെ അധികം സ്കൂളിൽ വിട്ടിട്ടില്ല. മീനാക്ഷിയുടെയോ? പണ്ട് എങ്ങനത്തെ ബാഗായിരുന്നു കയ്യിലുണ്ടായിരുന്നേ? നിങ്ങളതല്ലേ? അതിൽ നിന്നെല്ലാം കാണാതെ ഇതാണ് ട്രഷർ ഹണ്ട്. ഇത്രയും നേരം ഒരു പാമ്പൊക്കെ വന്നതാ. അയ്യോ സോറി. പറ നിന്റെ പറ്റി വിചാരിച്ചായിരുന്നു. ഇനിയില്ല, ആ പൈസ തന്നെ ഞങ്ങളെ ഇങ്ങനെ പുച്ഛിച്ച് ഞങ്ങളെ ഇനി തരില്ല. ഞാനായി സാബോയ്ക്ക് ബാഗ്സിനോട് ഇങ്ങനത്തെ ബാഗ്സിനോട് ഞാൻ പറഞ്ഞല്ലോ സ്കൂളിൽ പോവാറില്ലായിരുന്നു. നിങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കായിരുന്നോ സ്കൂളിൽ? പിന്നെ ഇവൻ നന്നായിട്ട് പഠിക്കും. ഇതൊന്നയച്ചേ. ഇതെനിക്ക് ഇനി അങ്ങനെ അഴിക്കും നമ്മള്. മുറിച്ചോ ഈ നാരങ്ങ
കൊള്ളായിരുന്നു. അല്ലല്ല മറ്റേ ബിസ്ക്കറ്റ് അടിക്കാൻ അതായിരുന്നു. നല്ല രസമായിരുന്നു. ഞങ്ങളത് തോറ്റോണ്ട് വലിയ രസമില്ലായിരുന്നു. ബോർ ടാസ്ക്. ഓക്കെ, അപ്പൊ എന്താ 1 ലക്ഷം രൂപ കിട്ടി. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ 1 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത് നസ്ലിനും അൻഷിദിനുമാണ്. പിടിച്ചോ. അത് കഴിഞ്ഞോ? നമുക്ക് ഇത് തുടരാം. മറന്നു വിചാരിച്ചു. ഇല്ല ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു പാട്ട് ഒരു പാട്ട് ഇല്ലാതെ ആൾറെഡി വിഷമിരിക്കുക. എന്താ കാണിക്കുന്ന പാർവതി? കമോൺ, എക്സ്പ്രഷൻ ചേഞ്ച് ആവല്ലേ? എക്സ്പ്രഷൻ മാറരുതേ. ബോട്ടിൽ പിടിച്ച് ബാക്കിൽ എക്സ്പ്രഷൻ മാറി പാടിക്കോ ഇറക്ക്. പാടുമോളെ. സ്വയംവര ചന്ദ്രിക. സ്വയംവര ചന്ദ്രിക സ്വർണ്ണമണി മേഘമേ ഹൃദയരാഗദൂത് എന്തായിരുന്നു അടിക്കണം. ഓരോ ഇതിലും കടിക്കണം. മതി മതി. ഇല്ലല്ല ഞങ്ങളൊരു 5-6 ബൈറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങള്. അതെ, അപ്പൊ ഗിഫ്റ്റ് വേണ്ടേ? വെറുതെ വെറും കൈയോട് വിടുന്നില്ല, പാവങ്ങൾ കുറെ പണിയെടുത്തതല്ലേ. അപ്പോൾ റിലയൻസ്, നമ്മുടെ ഒബ്രോൺ മാളിലെ റിലയൻസ് സ്മാർട്ടിന്റെ ഷോറൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രദീപ് ചേട്ടനെ, അഖിൽ ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഗെയിം? ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ടീമിനോട് ഗിഫ്റ്റ് കിട്ടുന്നുണ്ടല്ലോ. ആ, അത് മതി, കുഴപ്പമില്ല അല്ലേ മീനാക്ഷി? ഓക്കെ, വാ ചേട്ടാ. ചേട്ടൻ വേണമെങ്കിൽ ഇവർ ഇവിടെ എടുത്തോ, കാരണം ഇവർക്ക് ഇപ്പൊ ഇവിടെ ഏതൊക്കെ എവിടെയാ ഇരിക്കുന്നതെന്ന് നന്നായിട്ട് അറിയാം. അപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞു കൊടുത്തോളും. ആ